രാവിലെ ആയപ്പോഴത്തേനെ എനിക്കും ബിനിച്ചേട്ടനും ബൈചേട്ടനും ഒരാഗ്രഹം, ഇന്ന് രാവിലെ 10 മണിക്ക് ദോശ കഴിക്കണമെന്ന്. ഈ ദോശ കഴിക്കണമെങ്കിൽ ദോശ ഉണ്ടാക്കണ്ടേ? ദോശ ഉണ്ടാക്കണമെങ്കിൽ മാവ് കലക്കി വെക്കണ്ടേ? മാവ് കലക്കി വെക്കേണ്ട ഒരു പാത്രമില്ല നമുക്ക്. നമ്മളിപ്പോൾ വീട്ടിലല്ല, നമ്മളിപ്പോൾ എറണാകുളത്തിനടുത്ത് ഇലിഞ്ഞി അവിടെയാണുള്ളത്. അപ്പം എന്നാലും നമുക്ക് 3 പേർക്കും ഒരാഗ്രഹം, ഇവിടെ ഇന്ന് ദോശ ഉണ്ടാക്കി കഴിക്കണമെന്ന്. എന്നാ ചെയ്യാനാ? ഏതായാലും നമുക്ക് ഉണ്ടാക്കി കഴിക്കാൻ പറ്റുമോ നോക്കാം. നമ്മൾ ഇവിടെ ഒരു തൊട്ടി എടുത്തു, തൊട്ടിക്കകത്തിട്ട് മാവിട്ടു, വെള്ളം ഒഴിച്ചു, മിക്സ് ചെയ്യുകയാണ്. ബിനിച്ചേട്ടനാണ് മിക്സ് ചെയ്യുന്നത്. ഇനി മിക്സ് ചെയ്താൽ മാത്രം പോരല്ലോ, നമുക്കിനി ദോശ ഉണ്ടാക്കി കഴിക്കണ്ടേ? എങ്ങനെ ദോശ ഉണ്ടാക്കും ബിനിച്ചേട്ടാ? എങ്ങനെ ദോശ ഉണ്ടാക്കും? ചട്ടിയേ ഉള്ളൂ, ചട്ടിക്കകത്ത് ഉണ്ടാക്കണം. ഈ ചട്ടിയേ ഉള്ളൂ, അതിന് ദോശ ഉണ്ടാക്കാൻ. ഏത് സാഹചര്യത്തിലും നല്ല പുഷ്പം പോലെ എന്തും റെഡിയാക്കുന്നു നമ്മുടെ ബിനിച്ചേട്ടൻ. നമ്മളിതാ കാണിച്ചു തന്നിട്ടുണ്ട്, കണ്ടോ? ദോശ ഉണ്ടാക്കുന്നുണ്ടോ നമ്മുടെ ബിനിച്ചേട്ടന്? അങ്ങനെ നമ്മുടെ ദോശ റെഡി ആയിട്ടുണ്ട്. നമ്മൾ ദോശ കഴിക്കാൻ തുടങ്ങുവാണ്. ദോശ നല്ല തക്കാളിക്ക ചാറ് കറിയുണ്ട്. അടിപൊളി, സൂപ്പർ ദോശ കേട്ടോ. നല്ല ദോശയും തക്കാളിക്ക കറി. നമ്മുടെ കുക്ക് കഴിച്ചില്ല, ബിനിച്ചേട്ടനുള്ള റെഡിയാന്നേ ഉള്ളൂ. അപ്പോൾ ശരി, എന്നാൽ നമുക്കിനി നാളെ കാണാം.